കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പി സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ തിമോഥെയോസിനെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ പറയാണ്, ഒരു മകൻ അപ്പന് എങ്ങനെ സഹായിക്കുമോ അതേപോലെ ഈ തിമോഥെയോസ് എന്ന മകൻ എനിക്ക് വേണ്ടി എന്നെ സഹായിച്ചു, സുവിശേഷ ഘോഷണത്തിൽ സഹായിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ പറയുമ്പോൾ ഈ ഫിലിപ്പിയർ ലേഖനത്തിൻ്റെ 2:21 നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു എന്ന് കാണുന്നു. അപ്പോഴിവിടെ എല്ലാവരും ഈ തിമോഥെയോസ് ഒരു അപ്പനെന്ന പോലെ ഈ പൗലോസിനെ സഹായിക്കുകയാണ്. പക്ഷേ ഇവിടെ ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്രയും നോക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. പ്രിയ ദൈവമക്കളെ, സ്വന്തം കാര്യമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന്. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഒരു സുവിശേഷ വേല നമ്മുടെ കയ്യിൽ തന്നിരിക്കുമ്പോൾ നാം നമ്മുടെ സ്വന്തം കാര്യങ്ങളാണ് പലപ്പോഴും നോക്കി നടക്കുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടിയോ സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടിയോ സ്വർഗീയ അപ്പനായ പിതാവ് നമ്മെ ഏൽപ്പിച്ച ജോലി ചെയ്യുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് എങ്ങനെ സമ്പത്തുണ്ടാക്കാം, നമുക്കെങ്ങനെ നമ്മുടെ മക്കളെ വളർത്താം, നമുക്കെങ്ങനെ അടുത്തവനേക്കാളും ഒന്നുകൂടെ കുറച്ചുകൂടെ മെച്ചമായി ജീവിക്കാം, കുറേ കൂടെ മെച്ചപ്പെട്ട ജോലി എൻ്റെ മക്കൾക്ക് എങ്ങനെ വാങ്ങാം, അങ്ങനെ സ്വന്തം കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന നമ്മളോട് ദൈവം പറയുകയാണ്, ഒരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ നാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്വർഗീയ പിതാവിൻ്റെ ഹിതം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഈ സമയം ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കൾ അങ്ങയുടെ കരങ്ങൾ തരുന്നു. കർത്താവെ, നിൻ്റെ മക്കൾ ഏത് കണ്ടീഷനിലായിരുന്നാലും കർത്താവെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിനൊത്ത വേഷം ധരിച്ച് ഈ ലോകത്തിലുള്ളത് ചിന്തിച്ച് ലോകത്തിലുള്ളത് ചെയ്ത് ജീവിതം നഷ്ടപ്പെടുത്താതെ കർത്താവെ, ഒരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ സ്വർഗീയ കാര്യങ്ങളിൽ കർത്താവെ അപ്പന് ഇഷ്ടമായത് ചെയ്ത് നിറവേറ്റുവാൻ ഞങ്ങൾക്ക് മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവെ, അങ്ങയുടെ കൃപയാൽ കർത്താവ് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.